എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മണിച്ചേട്ടന്റെ ചരമവാർഷിക ദിനമാണ്. പതിവ് പോലെ തന്നെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ കലാഗ്രഹം, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നിർമ്മിച്ച കലാഗ്രഹം എന്ന ഈ ബിൽഡിങ്ങിലാണ് ഇന്നത്തെ ദിവസത്തെ മീറ്റിംഗ് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും അദ്ദേഹത്തിനെ അടക്കം ചെയ്ത വീടിനോട് ചേർന്നുള്ള സ്മൃതി മണ്ഡപത്തിലും അതുപോലെ തന്നെ അദ്ദേഹം അവസാന നിമിഷം ചെലവഴിച്ച പാടിയിലും ഒക്കെ പോകുന്നുണ്ട്. വീടും അതുപോലെ പാടിയും ഒക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. കലാഗ്രഹത്തിലെ അനുസ്മരണ ചടങ്ങുകൾക്ക് ശേഷം ഞാനിപ്പോൾ പ്രിയപ്പെട്ട മണിച്ചേട്ടന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതൊക്കെയാണ്. ഒരുപാട് സങ്കടം തോന്നുന്നു. കാരണം ഒരു കാലത്ത് ഈ ഒരു വീട്ടിലും പരിസരങ്ങളിലും ഒക്കെ ഒരുപാട് ആൾക്കാർ മണിച്ചേട്ടനെ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നിട്ടുള്ളൊരു സ്ഥലമാണിത്. നമ്മൾ പല വീഡിയോസിലൊക്കെ മുമ്പ് കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ്. മണിച്ചേട്ടൻ ഇവിടെ ഉള്ളപ്പോൾ ഒരുപാട് ആൾക്കാരാണ് അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടെ അന്ന് എത്തിയിട്ടുണ്ടായിരുന്നത്. അത് മണിച്ചേട്ടന്റെ ഫാൻസ് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റും. കലാഭവൻ മണി എന്ന വ്യക്തിക്ക് ഒരിക്കലും ഫാൻസ് ഇല്ലായിരുന്നു. അദ്ദേഹം എല്ലാവരെയും സഹോദരങ്ങളായിട്ടാണ്, അതുപോലെ നമ്മൾക്കാണേലും അദ്ദേഹത്തെ ഒരു സഹോദരനായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ അല്ലെങ്കിൽ ഒരു അനിയൻ എന്നുള്ള രീതിയിലാണ് എല്ലാ ആൾക്കാരും അദ്ദേഹത്തെ കണ്ടിരുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ സങ്കടം തോന്നുന്നു. കാരണം അദ്ദേഹം ഇല്ലാത്തൊരു വീട്, ഇതൊരു വല്ലാത്തൊരു ദുഃഖം തന്നെയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും. യൂട്യൂബിൽ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന വീഡിയോസൊക്കെ ഒരുപാട് ഞാൻ കാണാറുണ്ട്. അതൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുമ്പോഴാണ് ഒരുപാട് സങ്കടം തോന്നുന്നത്. ഇപ്പോൾ ഈ വീട്ടിൽ ആരും താമസമില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇവിടെ താമസമില്ലെങ്കിൽ കൂടെ വീടും അതുപോലെ പരിസരങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടിട്ടുണ്ട്. ഏതായാലും നമുക്ക് മണിച്ചേട്ടൻ അന്തി ഉറങ്ങുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാം.
ഇവിടെയാണ് മണിച്ചേട്ടൻ അന്തി ഉറങ്ങുന്നത്. സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് മുഖങ്ങളെ ഞാൻ ഇവിടെ കണ്ടു. അവരൊക്കെ സ്ഥിരമായിട്ട് വരുന്നവരാണ്. എല്ലാ വർഷവും കണ്ട് ഇപ്പോൾ മുഖം നല്ല പരിചയമായി. എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം പുതുക്കുന്നു. നമുക്കിവിടുത്തെ ഈ ഒരു ചടങ്ങുകളൊക്കെ കാണാം. അതിനുശേഷം നമ്മൾ പാടിയിലേക്ക് പോകുന്നുണ്ട്. വീട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരുന്നു പാടി. അവിടുത്തെ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു അമ്മച്ചിക്ക് ഒരു 85 വയസ്സ് എങ്കിലും ഏറ്റവും കുറയാതെ കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ അമ്മച്ചി ഒരു വീൽ ചെയറിൽ ഇവിടെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും പോലും കലാഭവൻ മണി എന്ന വ്യക്തി എത്രമാത്രം മനസ്സിൽ ഇടം നേടിയിട്ടുള്ള ഒരാൾ ആണെന്നുള്ളതാണ്. വളരെ സന്തോഷം തോന്നി. ഈ ഒരു പ്രായത്തിൻ്റെതായ അവശതയിൽ പോലും വീൽ ചെയറിൽ വന്ന് മണിച്ചേട്ടനെ ഒരു നോക്ക് കാണുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന ആ അമ്മച്ചിക്ക് ഒരു ബിഗ് സല്യൂട്ട്. അന്നത്തിനായി ഞാൻ കല്ലുപാണിയുമ്പോ മണ്ണിലുണ്ടെങ്കിലും ചാലക്കൂടിക്കാരൻ ചങ്കിലാണേ ചങ്കിലാണേ ചങ്കിലാണേ. നാഗത്തോരെ നിക്കലാ ദൈവമേ, താരങ്ങളെന്തോരം മണ്ണിലുണ്ടെങ്കിലും ചാലക്കൂടിക്കാരൻ ചങ്കിലാണേ. താരങ്ങളെന്തോരം മണ്ണിലുണ്ടെങ്കിലും ചാലക്കൂടിക്കാരൻ ചങ്കിലാണേ. കാണാൻ കാറുപ്പാണേ, താഴിയും പുറപ്പാണേ, കണ്ണീരും നോവായേ പാടിയ പാട്ടോള്. എങ്ങോട്ടാണ് കിടുക്കം നീ ധരിച്ചല്ലേ വേടിയാവില്ലേ ഞാനും മഴയത്തും പോകരുതേ നീ നാടിന്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിന്റെ വെട്ടം കളയരുതേ. നിഴലുകൾ പറ്റിയ കൂടെ നടന്നപ്പോൾ നിഴലുകൾ പറ്റിയ കൂടെ നടന്നപ്പോൾ
ചന്ദന പോലരിഞ്ഞു ചന്ദന പോലരിഞ്ഞു ചമ്പു മറിച്ചോണ്ട് പോയല്ലോ മിണ്ടാ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ മാമ്പഴമാകട്ടെ എത്ര ഞാൻ വാങ്ങി തന്നു എത്ര ഞാൻ വാങ്ങി തന്നു മാങ്ങ പ്രായത്തില്ലേ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ മുന്നാലെ മാമ്പഴമാകട്ടെ അച്ഛനുള്ളൊരു കാർത്തികലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി കുഞ്ഞുനാൾ ചെറുപ്പത്തിൽ എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി എന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി മണിക്കൊത്തൊരു പെണ്ണ് പാവമ്പട പാടും പെട്ട് മണിക്കൊത്തൊരു പെണ്ണ് പാവമ്പട പാടും പെട്ട് പെക്കോലം പോലായില്ലട പെക്കോലം പോലായില്ലട പകല് മുഴുവൻ പണിയെടുത്ത് കണ്ണും പിടിച്ച് എന്നെ മോളെ കഷ്ടത്തിലാക്കല വേലായതാ എന്നെ മോളെ കഷ്ടത്തിലാക്കല വേലായതാ അയ്യപ്പൻ കാവിലെ വേറിട്ട് വന്ന് പാദ്യമ കണ്ടേറ്റുള്ള ഒട്ടരക്കാട് പരക്കം പച്ചിലിനൊടുക്കം കിട്ടൊടി തങ്കമ്മേ പൊടിക്കാടിയ തങ്കമ്മേ പരക്കം പച്ചിലിനൊടുക്കം കിട്ടൊടി തങ്കമ്മേ ആനമാനം കാക്കണതാരടി തങ്കമ്മോ പെണ്ണുങ്ങളാടി തങ്കമ്മേ ആനമാനം കാക്കണതാരടി തങ്കമ്മോ പെണ്ണുങ്ങളാടി തങ്കമ്മേ ഞാനൊന്നു തുള്ളിത്തെളി കുടുംബത്ത് ഞാനൊന്നു തുള്ളിത്തെളി അതിന്തോ തിന്താരോ തക തിന്തിമിതാര അതിന്തോ തിന്താരോ തക തിന്തിമിതാര എന്റെ കുടുംബം കലാപം ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി മഞ്ഞക്കിളിയും തോറ്റു പോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി
പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി. മനത്തെ വെള്ളി നിലാവിന്റെ വെട്ടം മുഴുവനുമുള്ള മുഖമാണ്. ചേലത്തെ മാൻമിഴി കണ്ണാണ്, പഴം തക്കാളി ചീന്തിയ ചുണ്ടാണ്. ചേലത്തെ മാൻമിഴി കണ്ണാണ്, പഴം തക്കാളി ചീന്തിയ ചുണ്ടാണ്. എനിക്ക് മുണ്ടേ അങ്ങേ വീട്ടിലുള്ളൊരു പെണ്ണൊരുത്തി. കുഞ്ഞക്കിളിയും തോറ്റു പോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി. കുണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ഒട്ടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായാസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു. ഒട്ടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായാസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു. ഇവിടെയെല്ലാം നമുക്ക് നടക്കാവുന്ന പോലെ നല്ല ക്ലിയർ ആക്കി കിടക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അതെല്ലാം പുല്ല് കായി. ഇപ്പം ഇത്രയും കുറച്ച് സ്ഥലം മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലമുള്ളൂ. ചാലക്കുടി പുഴയുടെ മനോഹാരിതയാണ് നിങ്ങൾ ഈ കാണുന്നത്. നോക്കി കണ്ടോ, ഇവിടെയൊക്കെ അദ്ദേഹം വള്ളം തുഴയുന്ന വീഡിയോസൊക്കെ ഒരുപാട് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കൈരളി ടി വിക്കകത്തെ പ്രോഗ്രാമിലൊക്കെ അദ്ദേഹം ഇവിടെ വള്ളം തുഴയുന്നതും അങ്ങനെയൊക്കെയുള്ള, അതുപോലെ ആൽബം സോങ്സിലൊക്കെ ഈ ഒരു പുഴ എടുത്തു കാണിക്കുന്നുണ്ട്. ഈ ഒരു പുഴയിലാണ് അദ്ദേഹം ചെറുപ്പകാലത്ത് മണൽ വാരാൻ വന്നതും. അദ്ദേഹം പറയാറുണ്ട്, പുഴയുടെ അക്കരെ നിന്ന് പുള്ളി ഇവിടെ നിന്ന് ഉറക്ക പാട്ട് പാടും. അപ്പം അക്കരെ സ്ത്രീകൾ ഇങ്ങനെ അലക്കാൻ നിൽക്കുന്നതും അവർ അത് കണ്ട് ചിരിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മണിച്ചേട്ടൻ ഇതിനു മുമ്പ് ഈ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ഇതുണ്ടോ ഇവിടെ ഈ കാട് ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ഈ ഭാഗത്ത്, ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കലാഭവൻ ആരാന്നറിയത്തില്ല, ഒരു മിമിക്രി ആർട്ടിസ്റ്റുമായിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു. ഓണത്തിനാന്ന് തോന്നുന്നു, ഏതോ ഒരു വിശേഷ അവസരത്തിൽ ഒരു പ്രോഗ്രാമിന് ഈ ഭാഗത്ത് നിന്ന് വീഡിയോ ചെയ്തിരിക്കുന്ന ഒരു ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഇവിടെ എല്ലാം മണിച്ചേട്ടൻ്റെ പ്രസൻസ് എപ്പോഴും ഉണ്ടായിരുന്നു. ആ ഒരു പ്രസൻസാണ് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് മലയാളികൾക്ക് നഷ്ടമായിരിക്കുന്നത്. എന്ത് ചെയ്യാം, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പ്രവചിക്കാൻ പറ്റുന്ന ഒന്നല്ല മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു നല്ല മനുഷ്യൻ നമ്മളെ വിട്ടുപോയി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകൾ അതെന്നാളും നിലനിൽക്കും. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്രയേറെ മലയാളികൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്.